ആരോഗ്യരംഗത്ത് കേരളം മുന്നിലാണെങ്കിൽ അതിനു പിന്നിൽ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ നിസ്തുലമായ സേവനമുണ്ട്. ആധുനിക കാലത്തെ യൂദാസ് എന്നറിയപ്പെടുന്ന KV തോമസിനുള്ള KV തോമസ് തിരുതത്തോമ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. നമസ്കാരം. പിണറായി വിജയൻ അഥവാ സംസ്ഥാന സർക്കാർ KV തോമസിന് ട്രാവൽ അലവൻസായി വർദ്ധിപ്പിച്ചത് 5 ലക്ഷം രൂപയിൽ നിന്നും 11.36 ലക്ഷം രൂപയാണ്. PSC അംഗങ്ങൾക്ക് 2.26 ലക്ഷം രൂപയിൽ നിന്നും 3.5 ലക്ഷം രൂപയായും ഗവൺമെൻറ് പ്ലീഡർമാർക്ക് 1,10,000 നിന്നും 1,50,000 വർധനയുണ്ട്. രാവും പകലും പണിയെടുക്കുന്ന ആശാ വർക്കർമാർ തങ്ങളുടെ ശമ്പളം കേവലം 7,000 രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കണം എന്നാവശ്യപ്പെട്ട് സെക്രട്ടേറിയറ്റിൻ്റെ പടിക്കൽ സമരം ചെയ്യുമ്പോഴാണ് ഈ അക്രമം. KV തോമസ് ഡൽഹിയിൽ നിന്ന് എങ്ങോട്ട് യാത്ര ചെയ്തതിനാണ് ഈ തുക അനുവദിച്ചതെന്നും നാളിതുവരെ KV തോമസിനെ കൊണ്ട് സംസ്ഥാന സർക്കാരിന് എന്ത് ഗുണമുണ്ടായി എന്നും വിശദീകരിക്കാൻ സംസ്ഥാന സർക്കാരും ഇടതുമുന്നണിയും തയ്യാറാവേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം വോട്ട് ചെയ്ത് തെരഞ്ഞെടുത്ത് അയച്ച ജനങ്ങളുടെ മുഖത്ത് നോക്കി കൊഞ്ഞനം കുത്തുന്നതിന് തുല്യമാണിത്. KV തോമസ് തിരുതത്തോമ എന്നാണ് രാഷ്ട്രീയ വൃത്തങ്ങളിൽ അറിയപ്പെടുന്നത്. അതിനു പിന്നിലൊരു കഥയുണ്ട്. കോളേജ് പ്രൊഫസറായിരിക്കെ കരുണാകരൻ ഒരിക്കൽ KV തോമസിൻ്റെ വീട്ടിൽ ഉച്ചഭക്ഷണത്തിന് പോവുകയുണ്ടായി. അന്ന് തിരുതക്കറി കൂട്ടി മനോഹരമായി കരുണാകരനെ സൽക്കരിച്ചത്രേ. തിരുതക്കറി ഇഷ്ടമായ കരുണാകരൻ ഇതെല്ലാ ദിവസവും തനിക്ക് വേണമെന്നും അപ്രകാരം KV തോമസിൻ്റെ വീട്ടിൽ തയ്യാറാക്കുന്ന തിരുതക്കറി പോലീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈനിക വിമാനത്താവളത്തിൽ എത്തിക്കുകയും സൈനിക വിമാനത്താവളത്തിൽ നിന്ന് എയർ ഇന്ത്യയുടെ പൈലറ്റ് അത് ഏറ്റുവാങ്ങി തിരുവനന്തപുരത്ത് എത്തിക്കുകയും ചെയ്യുമായിരുന്നു. 1980കളിലാണ് സംഭവം. തിരുവനന്തപുരത്ത് നിന്നും കരുണാകരൻ്റെ സ്റ്റാഫ് ഇത് ഏറ്റുവാങ്ങുകയും ഉച്ചഭക്ഷണത്തിന് വേണ്ട തിരുതക്കറി കരുണാകരൻ്റെ ടേബിളിൽ എത്തുകയും ചെയ്യുമായിരുന്നു. ഈ കഥ ഞാൻ പറഞ്ഞുണ്ടാക്കിയതല്ല. KV തോമസ് പഴയൊരു മാധ്യമപ്രവർത്തകനായ PT നാസറിന് നൽകിയ അഭിമുഖത്തിൽ നിന്നും ഉള്ളതാണ്. തിരുതക്കറി വെച്ച് കരുണാകരൻ്റെ ഇഷ്ട കഥാപാത്രമായ KV തോമസ് അതിലൂടെ ലോക്സഭാ സീറ്റ് സംഘടിപ്പിച്ചെടുക്കുകയും പിന്നീട് ഡൽഹിയിൽ ചെന്നപ്പോൾ നമ്പർ 10 ജൻപഥിൽ സോണിയാഗാന്ധിയുടെ വീട്ടിലും തിരുതക്കറി വിളമ്പി ഇഷ്ട കഥാപാത്രമാവുകയും ചെയ്തു. അതിലൂടെ നിരവധി സ്ഥാനമാനങ്ങൾ നേടിയ KV തോമസ് മൂക്കിൽ പല്ലുകെളുത്തപ്പോഴും തനിക്ക് സ്ഥാനമാനങ്ങൾ വേണമെന്ന് കോൺഗ്രസിൽ വാശി പിടിച്ചതിനെ തുടർന്ന് പുറത്തു പോവുകയുണ്ടായി. ആ വിഴുപ്പ് ഭാണ്ഡം പിന്നീട് ഇടതുമുന്നണി ഏറ്റെടുത്തു. ആ വിഴുപ്പ് ഭാണ്ഡം വെറുതെ ഏറ്റെടുത്തതല്ല ഇടതുമുന്നണി. വ്യക്തമായും പിണറായി വിജയനും നരേന്ദ്രമോദിയും തമ്മിലുള്ള ഇടനാഴികയാണ് KV തോമസ് എന്ന് അടുത്ത രാഷ്ട്രീയ വൃത്തങ്ങൾ പറയുന്നു. കൂടാതെ വിഴിഞ്ഞം തുറമുഖ സമരത്തിൽ ലത്തീൻ കത്തോലിക്ക സഭാംഗമായ KV തോമസ് തൻ്റെ പോക്കറ്റിലുള്ള ബിഷപ്പുമാരെ ഉപയോഗിച്ച് ഗൗതം അദാനിയുടെ കമ്പനിയുമായി ഉള്ള സമരത്തിൽ ഒരു പാലമായി വർത്തിക്കുകയും ചെയ്തു. താരതമ്യേന ചെറിയ വോട്ടുകൾക്ക് ജയിച്ചിരുന്ന തൃക്കാക്കര മണ്ഡലത്തിൽ KV തോമസിൻ്റെ സ്വാധീനം മൂലം ഇടതുമുന്നണി 25,000 വോട്ടുകൾക്ക് തോറ്റു. എന്നിട്ടും KV തോമസിനെ കൈവിടാൻ ഇടതുമുന്നണി തയ്യാറായിരുന്നില്ല. സ്വന്തം പാർട്ടിയെ ചതിച്ചതിൻ്റെ, കൂറുമാറിയതിൻ്റെ, സ്വന്തം പാർട്ടിയെ ഒറ്റിക്കൊടുത്തതിൻ്റെ ആധുനിക കാലത്തെ യൂദാസ് എന്നറിയപ്പെടുന്ന KV തോമസിനുള്ള ഉദ്ദിഷ്ടകാര്യത്തിനുള്ള ഉപകാരസ്മരണയായിരുന്നു ഈ ശമ്പള വർധന, ഈ ട്രാവൽ അലവൻസ് വർധന. അദ്ദേഹം എങ്ങോട്ടാണ് യാത്ര ചെയ്യുന്നത് എന്ന് വ്യക്തമാക്കിയാൽ കൊള്ളാം. CPIയുടെ യുവജന സംഘടനയായ AAYF പോലും ഈ ഒരു നയത്തിനെതിരെ, ഈ ഒരു തീരുമാനത്തിനെതിരെ ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട് എന്നോർക്കണം. ദേശീയ ഗ്രാമീണ പദ്ധതിയുടെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിൽ പ്രവർത്തിക്കുന്നവരാണ് ആശാ വർക്കർമാർ. അക്രഡിറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആക്ടിവിസ്റ്റ് എന്നാണ് പൂർണ്ണരൂപം. 20 വർഷങ്ങൾക്ക് മുമ്പ് 2005 ആശാ വർക്കർ എന്ന സങ്കല്പം തുടങ്ങിയത്. എല്ലാ ഗ്രാമങ്ങളിലും ഒരു ആശാ വർക്കർ എന്നതായിരുന്നു സങ്കല്പം. ഇന്ന് 1 ലക്ഷത്തിലധികം ആശാ വർക്കർമാർ ഇന്ത്യയിൽ ജോലി ചെയ്യുന്നുണ്ട്. വളരെ തുച്ഛമായ ശമ്പളത്തിലാണ് ഇവർ ജോലി ചെയ്യുന്നത്. തുടക്കത്തിൽ ഇവർ വോളണ്ടിയർമാരായിരുന്നു, പിന്നീട് സ്ഥിര ശമ്പളമായി നിയമിച്ചു. ഗ്രാമീണ സ്ത്രീകളെ ആസ്പത്രിയിൽ പ്രസവിക്കാൻ പ്രേരിപ്പിക്കുക, കൃത്യമായ സമയത്ത് കുടുംബാസൂത്രണത്തെക്കുറിച്ചുള്ള പദ്ധതികൾ പറഞ്ഞു കൊടുക്കുക, കൃത്യസമയത്ത് കുട്ടികൾക്ക് കുത്തിവയ്പ് എടുക്കാൻ സഹായിക്കുക, ജനസംഖ്യാ സംബന്ധമായ രേഖകൾ കാത്തുസൂക്ഷിക്കുക എന്നിവയാണ് ആശാ വർക്കർമാർ പ്രധാനമായും ചെയ്യുന്ന ജോലി. വിധവകളെയും വിവാഹമോചിതരെയുമാണ് പ്രാഥമിക ഘട്ടത്തിൽ ആശാ വർക്കർമാരായി പരിഗണിച്ചിരുന്നത്. കുറഞ്ഞത് 10ാം ക്ലാസ് വിദ്യാഭ്യാസമെങ്കിലും ഉണ്ടാവണം എന്നതായിരുന്നു വിവക്ഷ. സാക്ഷരരാണെങ്കിൽ, കഴിവ് തെളിയിച്ചവരാണെങ്കിൽ ആ നിബന്ധനയിൽ ഇളവ് കൊടുത്തിരുന്നു. 25നും 45നും ഇടയിൽ പ്രായമുള്ളവരാണ് കൂടുതലും ആശാ വർക്കർമാർ. അടിസ്ഥാന ശമ്പളത്തിന് പുറമെ ആശാ വർക്കർമാർ മൂലം ആസ്പത്രിയിലെത്തുന്ന ഓരോ പ്രസവത്തിനും 600 രൂപയും ആശാ വർക്കർമാർ മൂലം നടത്തുന്ന പ്രതിരോധ കുത്തിവയ്പ്പുകൾക്ക് 180 രൂപയും അലവൻസായി ലഭിക്കാറുണ്ട് ഇവർക്ക്. ആരോഗ്യരംഗത്ത് കേരളം മുൻപന്തിയിൽ നിൽക്കുന്നതിൻ്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ആശാ വർക്കർമാരുടെ നിസ്തുലമായ സേവനമാണെന്ന് നിസ്സംശയം പറയേണ്ടിയിരിക്കുന്നു. നമ്മുടെ കുട്ടികൾക്ക് നമ്മൾ മറന്നു പോകുമ്പോൾ പോലും കൃത്യസമയത്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ നൽകുന്നതിൽ ആശാ വർക്കർമാരുടെ സേവനം എടുത്തു പറയേണ്ടതാണ്. കേന്ദ്രം പണം തരാത്തതാണ് കാരണമെന്നും ആശാ വർക്കർമാരുടെ സമരത്തോടൊപ്പം താനും ഡൽഹിയിൽ പോകാൻ തയ്യാറാണെന്നുമുള്ള വീണ ജോർജിൻ്റെ പ്രസ്താവന കണ്ടു. മറ്റെല്ലാ പരിപാടികളും നിർത്തിവെച്ച്
ഇന്ന് തന്നെ ആശാവർക്കർമാരോടൊപ്പം ഡൽഹിയിൽ സമരത്തിന് പോകാൻ വീണ ജോർജ് തയ്യാറാവണം എന്ന് അഭ്യർത്ഥിക്കുന്നു. പാവപ്പെട്ട ആശാവർക്കർമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കാതെ കറുപ്പശ്ശേരി വർക്കിമകൻ തോമസുമാർക്ക് ശമ്പളം വർദ്ധിപ്പിക്കുന്ന സംസ്ഥാന ഗവൺമെൻറ്റിനെ നോക്കി ജനം കൂക്കി വിളിക്കുന്ന കാലം വിദൂരമല്ല. കാലുമാറിയും കൂറുമാറിയും എത്തുന്ന വിഴുപ്പ് ഭാണ്ഡങ്ങൾക്ക് വാരിക്കോരി നൽകിയും രാപകൽ പണിയെടുക്കുന്ന ആശാവർക്കർമാരെ കാണാതിരിക്കുകയും ചെയ്യുന്നത് അഭിലഷണീയമല്ല എന്ന് ഒരിക്കൽ കൂടി സൂചിപ്പിക്കുന്നു. PSC അംഗങ്ങൾക്കും ഗവൺമെൻറ് പ്ലീഡർമാർക്കും ശമ്പളം വർദ്ധിപ്പിക്കുക വഴി പെൻഷൻ എന്ന വലിയൊരു ബാധ്യത കൂടിയാണ് ഗവൺമെൻറ് വലിച്ചു വയ്ക്കുന്നത്. കടക്കണിയിൽ ഉഴറുന്ന ഒരു ഗവൺമെൻറ് ഒരിക്കലും എടുക്കരുതാത്ത ഒരു തീരുമാനം. കേവലം 233 രൂപയാണ് ഒരു ആശാവർക്കർക്ക് ശമ്പളമായി ലഭിക്കുന്നത്. 1 കിലോ അരിക്ക് ശരാശരി 50 രൂപ മുതൽ 60 രൂപ വരെ ഉള്ള നാടാണ് നമ്മുടേത്. KV തോമസുമാർക്കും PSC അംഗങ്ങൾക്കും പ്ലീഡർമാർക്കും വാരിക്കോരി കൊടുക്കുന്ന സംസ്ഥാന ഗവൺമെൻറ് വോട്ട് ചെയ്ത ജനങ്ങളുടെ മുഖത്തിന് നേരെ കാർക്കിച്ചു തുപ്പുകയാണ്. ഒടുവിൽ നാണം കെട്ട് ഭരണം കൈയൊഴിഞ്ഞ് ഇറങ്ങിപ്പോകാൻ ഇടവരുത്തും എന്നത് മറക്കാതിരിക്കുക. ആരോഗ്യരംഗത്ത് കേരളം മുന്നിലാണെങ്കിൽ അതിനു പിന്നിൽ അകമഴിഞ്ഞ് പ്രവർത്തിക്കുന്ന ആശാവർക്കർമാരുടെ നിസ്തുലമായ സേവനമുണ്ട്. അത് നാം കാണാതിരിക്കരുത്. അവരെ ചേർത്ത് പിടിക്കണം. കോവിഡ് കാലത്ത് അവരുടെ അസാമാന്യമായ സേവനങ്ങൾ അനുഭവിക്കാത്ത ഒരു മലയാളിയും തന്നെ ഉണ്ടാവില്ല. അവരുടെ ന്യായമായ ആവശ്യങ്ങൾക്ക് നേരെ കണ്ണടയ്ക്കാതിരിക്കുക. കേന്ദ്ര സർക്കാരിൻ്റെ ചിറ്റമ്മ നയത്തിന് നേരെ ഡൽഹിയിൽ പോയി എല്ലാ മന്ത്രിമാരും ചേർന്ന് സമരം ചെയ്യുക. ജനം അറിയട്ടെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ, പാവപ്പെട്ടവരുടെ അവകാശങ്ങളെ നിങ്ങൾ മാനിക്കുന്നുവെങ്കിൽ, അത്തരം വാർത്തകൾക്കായി, അത്തരം വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഓൺലൈൻ ന്യൂസ് മീഡിയ TV എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. സസ്നേഹം.